ഗുഡ് മോർണിംഗ് മക്കളെ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു പാലക്കാടൻ ട്രഡീഷണൽ റെസിപ്പിയാണ്. ഒരു അയ്യർ റെസിപ്പി. മുളകൂട്ടൽ എന്നാണ് പറയുക. മുളകൂട്ടൽ വെജിറ്റബിൾസ് ഇട്ടിട്ട് ചെയ്യാറുണ്ട്, ഇൻഡിവിജ്വലായിട്ട് ചെയ്യാറുണ്ട്. കീറ മുളകൂട്ടലാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സംഭവം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്യാബേജ് മുളകൂട്ടലാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ആയിരിക്കും എന്ന് പറഞ്ഞാൽ സൂപ്പർ ആയിരിക്കും. ഓക്കെ, ഇന്ന് എന്തൊക്കെയാണ് ഉണ്ടാക്കിയത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ആൻഡ് ദെൻ വി വിൽ ഡു ക്യാബേജ് മുളകൂട്ടൽ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പി. അപ്പോൾ ഇന്നത്തെ മെനു എന്തൊക്കെയാണെന്ന് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് നിങ്ങൾ കാണാൻ പോകുന്ന ക്യാബേജ് മുളകൂട്ടൽ എന്ന് പറയുന്നത്. ഇങ്ങനെയായിരിക്കും ആ ഒരു കറി. പിന്നെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് സലാഡ് കറിയാണ്. ഇതിൻ്റെ റെസിപ്പി ഓൾറെഡി വിനീസ് കിച്ചണിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് പടവലം തോരനാണ്, കടലപ്പരിപ്പ് ഇട്ടിട്ടാണ്. ഇതിൻ്റെ റെസിപ്പി ഉടൻ തന്നെ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. സാധാരണ പോലുള്ള കോവയ്ക്ക മെഴുക്ക് വരട്ടി, നമ്മൾ ഉണക്കമുളക് വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടത്, പിന്നെ പപ്പടം, ചോറ്, പിന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ലഡുവാണ്. ഇതാണ് മെനു. ഇനി നമ്മൾ രാവിലെ നേരത്തെ തന്നെ നമ്മൾ എല്ലാം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വിഘ്നേശ്വരന് പൂജയൊക്കെ കഴിഞ്ഞു. അതേമാതിരി തന്നെ വെള്ളിയാഴ്ച വീട്ടിലുള്ള ദേവി പൂജ കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ തുടങ്ങുന്നത്. തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യം ഉണ്ടാക്കിയ റെസിപ്പി ക്യാബേജ് മുളകൂട്ടലാണ്. ഓക്കെ, അപ്പോൾ ക്യാബേജ് മുളകൂട്ടലിന് വേണ്ട സാധനങ്ങൾ ഞാൻ വലിയൊരു ക്യാബേജ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് എന്താണ് പറയുക, മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഞാൻ വേവിക്കാൻ വെക്കുകയാണ്, വെള്ളം ഒഴിച്ചിട്ട്. അപ്പോൾ ഇത് തുവരപ്പരിപ്പും നമ്മൾ വേവിക്കാൻ വെക്കുകയാണ്. തുവരപ്പരിപ്പ് ഞാൻ എൻ്റെ കൈപ്പിടിക്ക് 2 പിടിയോളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം കുഴഞ്ഞ് വേവിക്കുക. ഇവിടെ ക്യാബേജിൽ നല്ലോണം വെള്ളം ഒഴിച്ചോളൂ, എന്നിട്ട് വേവിക്കാൻ വെക്കുക. ഇനി ഇവിടെ നമുക്ക് ഒരു അരപ്പാണ് വേണ്ടത്. ഇവിടെ തേങ്ങ, ശരിക്കും പറഞ്ഞാൽ വറ്റൽ മുളകാണ് വേണ്ടത്. എനിക്ക് കളറ് കിട്ടണത് കൂടുതലും മുളക് പൊടി ഉപയോഗിക്കുമ്പോഴാണ്. അപ്പോൾ മുളക് പൊടിയും ജീരകവും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. എന്നിട്ട് നമ്മളിവിടെ നോക്കുമ്പോഴേക്കും നമ്മുടെ ക്യാബേജ് മറ്റേ മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് വേവിച്ച ക്യാബേജ് ഏകദേശം ആയിട്ടുണ്ടാവും. ഇതിലേക്ക് നമ്മൾ നന്നായിട്ട് കുഴഞ്ഞ് വേവിച്ചിട്ടുള്ള നമ്മുടെ പരിപ്പ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് അതിനെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അരപ്പും കൂടി ഒഴിക്കണം. ഇനി ഇതിലൊരു വേരിയേഷൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരുപാട് പേര് ഉഴുന്ന് അതേമാതിരി തന്നെ വറമുളകും കൂടിയിട്ട് വറുത്തിട്ട് തേങ്ങയിൽ കൂടെ അരയ്ക്കാറുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഞാൻ വറുത്തിടുമ്പോഴേ ഉഴുന്നിടാറുള്ളൂ. അപ്പോൾ ഈ അരപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ആ ഒരു ജീരകത്തിൻ്റെ പച്ചമണം ഒന്ന് പോകുന്ന വരയ്ക്കും അവിടെ ഒന്ന് തിളക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇവിടെ സൈഡിൽ നമുക്കൊന്ന് വറുത്തിടാനുള്ളത്, ബാക്കിയുള്ളതെല്ലാം കൂടിയിട്ട് വറുത്തിടാനുള്ള സെറ്റപ്പ് നോക്കാം. വറുത്തിടാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണ്, കടുക്, അതേമാതിരി തന്നെ ഉഴുന്ന് പരിപ്പ്, വറ്റൽ മുളക്, കരുവേപ്പില, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം പിന്നെ നമ്മൾ അതിലേക്ക് എടുത്ത് ഒഴിക്കുകയാണ്. ഇതാണ് നമ്മൾ ചെയ്യണത്. ഓക്കെ, അപ്പോൾ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കടുകും ഉഴുന്നും പരിപ്പും നല്ലപോലെ ചോന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് ഇടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫ്ലേവർ തന്നെ വേറെ ആയിരിക്കും. പിന്നെ ഉഴുന്നുപരിപ്പ് വറുത്തിട്ട് അരക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേറൊരു ഫ്ലേവർ തന്നെയായിരിക്കും. 2 രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോളൂ, കുഴപ്പമൊന്നുമില്ല. മുളകൂട്ടൽ അല്ലെങ്കിലും സൂപ്പറായിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഇതാണ് ക്യാബേജ് മുളകൂട്ടൽ പാലക്കാടൻ രീതിയിൽ. എന്തായാലും ഉണ്ടാക്കി നോക്കൂ കേട്ടോ.